ഹൗ ടു ലേൺ പ്രോഗ്രാമിംഗ്. ഇത് ഒരു ബിഗിനർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് എങ്ങനെ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മൈ സജഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആൻഡ് സിമ്പിൾ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൈത്തൺ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ അതെങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 3 സ്റ്റെപ്പാണ് പ്രോഗ്രാമിംഗ് പഠിക്കാൻ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ എന്താണോ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങളൊരു ടീച്ചറായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇത് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് പഠിക്കുന്നതെന്നായിരിക്കും. സോ നിങ്ങൾ പഠിച്ചു, ഇന്നതാണ് ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പഠിച്ചു. പിന്നെ നിങ്ങളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും അതിൻ്റെ അകത്ത് നിന്ന്. തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. എത്ര നമ്പേഴ്സ് വേണമെങ്കിലും അതിനോട് ആഡ് ഓൺ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടാക്കണം. ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നതും എറേഴ്സ് വരുന്നതും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതും. പ്രോഗ്രാമിംഗ് റിയലി ഞാൻ പഠിക്കുന്ന ടൈം അതാണ്. സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു 3 വേയിലൂടെയാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രോഗ്രാമിംഗിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ടു ലേൺ ദ പ്രോഗ്രാമിംഗ്.